ഇന്നലെ എറണാകുളത്ത് രാജേന്ദ്ര സ്റ്റേഡിയത്തിൽ നടന്ന ദുരന്തം അത് വേൾഡ് റെക്കോർഡ് നേടാൻ വേണ്ടിയിട്ടുള്ള 12,000 നർത്തകികളും കൂടി ചേർന്ന് റെക്കോർഡ് ഭേദിക്കാൻ വേണ്ടിയിട്ടുള്ള 8 മിനിറ്റ് നീളുന്ന നൃത്തം. ആ നൃത്തത്തിനുണ്ടായ പരിക്കുകൾ MLA ഉമ തോമസിനടക്കമുള്ള ഗുരുതരമായ പരിക്ക് പറ്റി ആശുപത്രിയിലാണ്. അത്രയും ഗുരുതരമായ അവസ്ഥയിലാണ്. ഇതിൻ്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതേക്കുറിച്ചാണ് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൊട്ടിലൊടുക്ക് സാധനങ്ങൾക്കെല്ലാം അംബാസഡർമാരാണ്. മമ്മൂട്ടി പറഞ്ഞാൽ മുമ്പ് കേട്ടിട്ട് മമ്മൂട്ടി ഒരു സോപ്പ് തേച്ച് മമ്മൂട്ടി വെളുത്തൻ്റെ രഹസ്യം ആ സോപ്പാണെന്ന് പറഞ്ഞിരുന്നു. അതിനെതിരെ കേസുണ്ടായിട്ടുണ്ട്. മമ്മൂട്ടി കുടുങ്ങി. മോഹൻലാൽ കുറേ ഉണ്ട്, അംബാസഡർമാരായിട്ടുണ്ട്. മഞ്ജു വാര്യരുണ്ട്, എന്തിന് കുറേ പേരുണ്ട്. ഇതിനൊക്കെ വലിയ എമൗണ്ട് വന്നിട്ടുണ്ട്. അവർ എല്ലാവരും തന്നെ വെറുതെ അല്ല, നല്ല എമൗണ്ട് ഉണ്ട്. പക്ഷേ ഈ വലിയ തുക വാങ്ങുമ്പോൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്. ഇതിൻ്റെ റവന്യൂ, കൃത്യമായ കണക്കുകൾ, ഇത്ര ശതമാനം നമ്മുടെ സർക്കാരിലേക്ക് കിട്ടുമോ എന്നുള്ളതാണ്. വലിയ വലിയ പദ്ധതികൾ നടപ്പിലാക്കേണ്ട സംസ്ഥാനങ്ങൾക്ക് ഇതിൻ്റെ വിഹിതം കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഈ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ GCDA സ്റ്റേഡിയത്തിൽ നടന്ന സംഭവം അത് കോർപ്പറേഷൻ അറിയാതെയാണ് നടക്കുന്നത്. അത് സംഘടിപ്പിച്ചത് മൃദംഗ വിഷൻ എന്നൊരു സംഘടനയാണെന്ന് ആലോചിക്കണം. ആ മൃദംഗ വിഷൻ്റെ സംഘടനയിൽ അതായത് ഗിന്നസ് ബുക്കിൽ പേര് വരാൻ വേണ്ടി 12,000 പേര്, ഏറ്റവും കൂടുതൽ പങ്കെടുത്താലേ കിട്ടുള്ളൂ. അങ്ങനെ 12,000 പേര് പങ്കെടുക്കുന്ന നൃത്തം 10-ൽ താഴെ മിനിറ്റ്. അതിന് ഓരോ കുട്ടിയിൽ നിന്നും വാങ്ങിയത് 5,000 രൂപയാണെന്നാണ് പറയുന്നത്. അപ്പോൾ 12,000 ഇൻറ്റു 5,000 രൂപ ഏകദേശം ഒരു 6 കോടി രൂപയോടെ വരില്ലേ? അത് മാറ്റി വെച്ചാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഈ പ്രോഗ്രാം കാണുന്നതിനും ഓരോ ആളിൽ നിന്നും 150-250 രൂപ വരെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഒരു 10 കോടി രൂപ ആ ചെലവിൽ. ഇതുകൂടാതെ സ്പോൺസർഷിപ്പ് രീതിയിൽ എത്ര കോടി കിട്ടിയിട്ടുണ്ടായിരിക്കും? ഈ തുകയൊക്കെ എവിടെ പോയി? ഈ തുകയുടെ കണക്കുണ്ടോ? കണക്കുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം, നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ സിനിമാ തിയേറ്ററിൽ പഞ്ചായത്തായാലും കോർപ്പറേഷനായാലും സീലടിച്ചു കൊടുക്കും ടിക്കറ്റുമേ. ഇത്ര ടിക്കറ്റേ പോകാൻ പാടുള്ളൂ. ആ ടിക്കറ്റ് ഓരോന്നിനനുസരിച്ചുള്ള പൈസ കൊടുക്കുകയും വേണം ആ കോർപ്പറേഷനുള്ളതാണ്. ഇവിടെ ഇത്രയും ആൾക്കാർ വന്നിട്ട് ഇത്രയും കോടികൾ കിട്ടുമ്പോൾ അതിന് ഇത്ര ശതമാനം അത് കോർപ്പറേഷൻ കിട്ടേണ്ടതാണ്. ഇത് കോർപ്പറേഷൻ കിട്ടിയില്ല എന്ന് മാത്രമല്ല, കോർപ്പറേഷൻ്റെ അനുമതി പോലും നേടിയില്ല എന്നുള്ളതാണ്. ആരോടെ പറയേണ്ടത്? ഇനി വേറൊരു കാര്യം ആലോചിക്കുക. ഇത്രയും വലിയ സംഭവം നടക്കുമ്പോൾ സുരക്ഷിതത്വം എന്നുള്ളത് വേണ്ടേ? സാധാരണ ഇതെന്താ അപകടം സംഭവിക്കാം. 12,000 പേര് നർത്തകിമാരാണത്, ജനക്കൂട്ടം വേറെ. അപ്പോൾ ആ സ്റ്റേഡിയത്തിൽ വന്നുകൂടിയത് ലക്ഷങ്ങളായിരിക്കില്ലേ? എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ സംരക്ഷിക്കാനും വേണ്ടിയുള്ള മെഡിക്കൽ ടീം ഉണ്ടായിരുന്നോ? ശക്തമായ പോലീസ് ടീം ഉണ്ടായിരുന്നോ? ഇത് അന്വേഷിക്കാൻ ആൾക്കാരുണ്ടായിരുന്നോ? സ്റ്റേജിൻ്റെ ഉത്തരവാദിത്വം, സ്റ്റേജ് ഉറപ്പുള്ള സ്റ്റേജാണോ? ഇതൊക്കെ നോക്കേണ്ടതാണ്. ഞങ്ങളിപ്പോൾ ഇത് മന്ത്രി സജി ചെറിയാനാണ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി. സജി ചെറിയാനാകുമ്പോൾ ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ചിട്ടാണോ ഈ 15 അടിയുള്ള സ്റ്റേജിന് ഉറപ്പൊന്നുമില്ലാതെ, അതോ വേറെ എന്തെങ്കിലും ദുരുദ്ദേശമാർക്കെങ്കിലും ഉണ്ടായിരുന്നോ എന്നും ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടുപോയത് ബഹുമാന്യായ ഉമാ തോമസ് MLA അവർകളാണ്. അവർ വീണ് വല്ലാത്തൊരവസ്ഥയിലായി എന്ന് ആലോചിക്കണം. ഇത് സ്റ്റേജിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് ആലോചിക്കണം. സ്റ്റേജ് ചുറ്റുമുള്ള വെറും റിബൺ മാത്രം കെട്ടിയിരിക്കുകയെന്ന് ആലോചിക്കണം. നമ്മൾ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ പരിപാടിക്ക് മുഖ്യമന്ത്രിയാണ് വന്നിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആദ്യം തന്നെ എന്ത് ചെയ്യും? കുറേ പോലീസ് നായ്ക്കളെ വിടും, മണം പിടിച്ച് എന്തെല്ലാം കുഴപ്പമുണ്ട്, ബോംബോ മറ്റതോ മറിച്ചൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് സ്റ്റേജ് പരിശോധിക്കും, ഉരുക്ക് കോട്ടയുള്ള സ്റ്റേജാണോ എന്നുള്ളത്. അത് എത്ര അടി വേണമെന്ന് അപ്പോൾ തീരുമാനിക്കും. ഇവരെല്ലാം തീരുമാനിക്കണമെന്ന് ആലോചിക്കണം. അങ്ങനെ ഇത്ര കാർ അകമ്പടി വരുന്നത് കണ്ടിട്ടില്ലേ നമ്മളൊക്കെ? അവിടെ വന്ന് കിടക്കും, മെഡിക്കൽ ടീം കംപ്ലീറ്റ് വന്ന് കിടക്കുന്നു.
ഇവിടെ എങ്ങനെ പോലീസ് ടീം വന്നെടുക്കുന്നു? വലിയ സംഭവമാണ് നടക്കുന്നത്, ആലോചിക്കണം. അപ്പോൾ മുഖ്യമന്ത്രിയാണ് പങ്കെടുത്തതെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുമായിരുന്നില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഉമാ തോമസ് ഇങ്ങനെ റിബൺ പിടിച്ച് താഴെ വീടുമായിരുന്നോ? ഇല്ല. ഇത് ഗുരുതരമായ തെറ്റാണെന്ന് ആലോചിക്കണം. ഈ തെറ്റിന് അനുവാദം ആര് കൊടുത്തു? ഇതൊക്കെ ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ എല്ലാം കുറ്റം പറയുന്നതിൻ്റെ ബ്രാൻഡ് അംബാസഡർ പ്രശസ്ത നടി നർത്തകി ദിവ്യ ഉണ്ണിയാണ് അംബാസഡറിൻ്റെ. ദിവ്യ ഉണ്ണിക്കോടൊപ്പം പ്രശസ്തരായ നർത്തകികൾ വേറെയുണ്ടെന്ന് ആലോചിക്കണം. പാരീസ് ലക്ഷ്മി അടക്കമുള്ള നർത്തകികളുണ്ടെന്ന് ആലോചിക്കണം. കൈതപ്രത്തിൻ്റെയാണ് ഗാനം ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആലോചിക്കണം. അപ്പം അങ്ങനെ എല്ലാവരും, വേണ്ടപ്പെട്ട എല്ലാവരും ഉള്ള പരിപാടികളിൽ ഇത്രയും രൂപ മേടിച്ചിട്ട് ആകെ മത്സരത്തിലുള്ള സമയം 10 മിനിറ്റ് താഴെ, അത് ഗിന്നസ് റെക്കോർഡ് ഭേദിച്ചു. അതിന് സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടിക്കഴിഞ്ഞതായിരിക്കണം. ഇത് ഒരു തട്ടിപ്പ് സംഘടന നടത്തിയതാണോ എന്ന് പരിശോധിക്കാൻ ആളുണ്ടോ ഇവിടെ? കൃത്യമായ കണക്കുണ്ടോ ഇവിടെ? ഇതിൽ അംഗീകൃത സംഘടനയാണെന്ന് ചോദിക്കുന്നുണ്ടോ? ആരാണ് തീരുമാനിച്ചത്? ആരാണ് അനുവാദം കൊടുത്തത്? അവിടെ അനുവാദം കൊടുക്കാതെ കളിച്ചിരുന്നെങ്കിൽ ആർക്കെതിരെ കേസെടുക്കും? ഇപ്പോൾ ബഹുമാന്യായ ഉമാ തോമസ് MLA ഗുരുതരമായി പരിക്ക് പറ്റി ഹോസ്പിറ്റലാണ്. അതിനെതിരെ ആര് നടപടിയെടുക്കും? ഇപ്പം ആർക്കൊക്കെ നടപടിയെടുത്തു? ഇതിന് ചില ആൾക്കാർ, മൃദംഗവിഷൻ്റെ ആൾക്കാർ പുറയിൽ മുങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. കേസ് എങ്ങനെയാവും? നമുക്കറിയാം, രാഷ്ട്രീയ സ്വാധീനമുള്ള കേസുകൾ ഒരു കാരണവശാലും അതിൻ്റെ മേലാളന്മാരെ ശിക്ഷിക്കപ്പെടുകയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അനുവാദം പോലും ചോദിക്കാതെ, ഒരു കുറിപ്പ് പോലും കൊടുക്കാതെ 10 മിനിറ്റല്ലേ നടത്തിക്കോ എന്ന് പറയുമായിരുന്നോ? ജനങ്ങൾ പ്രതിഷേധിക്കുമോ? ഇല്ല. കാരണം ജനങ്ങളെ പല തട്ടുകളിലാക്കി തിരിച്ചിരിക്കുക, ജാതി മത രാഷ്ട്രീയ തട്ടുകളിലാക്കി തിരിച്ചിരിക്കുന്നു ആലോചിക്കണം. ഇവിടെ ഒരു പ്രക്ഷോഭവുമില്ല. ഇതൊരു സാധാരണ ഒരു കയ്യബദ്ധം പറ്റി. അതല്ലെങ്കിൽ ബഹുമാനിയായ ഉമാ തോമസ് ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ എന്നൊക്കെ ചോദ്യങ്ങളിലേക്ക് വന്ന് അത് ഒതുക്കാൻ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കണമെന്ന് ആലോചിക്കണം. അത് ദുഃഖകരമായ അവസ്ഥയാണ്. ഇതിൽ നമ്മളിപ്പോൾ ദിവ്യ ഉണ്ണിയെ മാത്രം കുറ്റപ്പെടുത്താൻ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ആര് ഇനി എങ്കിലും എന്തിൻ്റെയെങ്കിലും അംബാസഡർമാരായി ചുമതലയേൽക്കുമ്പോൾ അതിന് കണക്ക് പറഞ്ഞ് പണം വാങ്ങുമ്പോൾ ഇതിലെത്ര ശരിയുണ്ട്, ഇത് വ്യാജ്യമാണോ സത്യമാണോ എന്നെങ്കിലും അന്വേഷിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. പണം കാണുമ്പോൾ പിണവും ജീവനോടെ വരുമെന്ന് പറഞ്ഞ പോലെയാണ് ഈ അവസ്ഥ. പണത്തിന് വേണ്ടിയാണ്, എത്ര പണം കിട്ടിയാലും പണത്തിന് വേണ്ടി എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു കൂട്ടുമെന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ഇന്ന തുണിക്കടയിൽ നിന്ന് തുണിയെടുത്താൽ അത് ഗംഭീരമാണ്, അത് കോംബോ ചെയ്യുമ്പോൾ എന്നൊക്കെ പറയും. അത് പറയാനൊരു നടന്മാർ വേറെ, അല്ലെങ്കിൽ സ്വർണ്ണാഭരണത്തിൻ്റെ ക്യാരറ്റ് പറയാൻ വേറെ നടി വേറെ. ഇങ്ങനെ ഇവരാണ് പ്രോത്സാഹിക്കുന്നത്. മണ്ടന്മാരും മണ്ടികളുമായ ഒരു ജനത ഇവിടെ ഉള്ളത് കൊണ്ട് അവരൊക്കെ പറയുന്നു വിശ്വസിച്ചുകൊണ്ട് ആ ഷോപ്പിലേക്ക് പോകുന്നു, ഇല്ലേ? ഇപ്പോൾ ലാഭം നോക്കുക, ഒരു ലാഭം, ഒന്നെടുത്താൽ 1 ഫ്രീ, അല്ലെങ്കിൽ ഒന്നെടുത്താൽ 3 ഫ്രീ എന്നൊക്കെ പറഞ്ഞാണ് പറ്റിക്കുന്നത്. എത്ര കൊടുത്താലും ലാഭം കിട്ടാതെ ഒരു കച്ചവടവും നടക്കാറില്ല. നാട്ടുകാരെ സേവിക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം കയ്യിലെ പൈസ, ഇപ്പോൾ നമ്മൾ പറയല്ലേ, നിങ്ങൾ ബാങ്കിൽ 100 രൂപയോ 1000 രൂപ ഇടുമ്പോൾ അത് റിസർവ് ബാങ്ക് അംഗീകാരമുള്ള ബാങ്കിലിട്, തട്ടിക്കൂട്ട് ബാങ്കിലിടല്ലേ. 36% പലിശ കിട്ടുന്നവരെ ഓടിപ്പോകല്ലേ. അത് 2 മാസം കിട്ടിക്കഴിഞ്ഞ പിന്നെ എല്ലാം പോയി. ഇതൊക്കെ പറയുന്നുണ്ട് എന്തിനാ? പലിശ കുറഞ്ഞാൽ പോലും നല്ല രീതിയിൽ നമ്മുടെ പൈസയ്ക്ക് ഒരു ഇടിവും പറ്റാതെ ചതുവും പറ്റാതെ ഇരിക്കണം ദുനിയാണ് എന്നതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടയിൽ നിങ്ങൾക്ക് തുണി വാങ്ങാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടയിൽ നിങ്ങൾക്ക് സ്വർണം വാങ്ങാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോപ്പ് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോട്ടലിൽ കയറാം. ഇതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണെന്ന് ആലോചിക്കണം. അപകടം പറ്റുമ്പോൾ എല്ലാവരെയും കുറ്റപ്പെടുത്തി കാണില്ല. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത് ആര് തൂങ്ങും, ഇതിന് 1-ാം പ്രതിയുടെ സ്ഥാനത്ത് ആര് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ പറഞ്ഞ് കേൾക്കുന്നത് ചില വക്കീൽമാരെ സംബന്ധിച്ച് അവർ പറയുന്നതാണ്, ഇനി വരുന്നെങ്ങനെ പറയാൻ പറ്റില്ല.
കാരണം ഇത് GCDA ചെയർമാൻ്റെ പക്ഷത്തുള്ള ഒരു കാര്യമാണെന്ന് ആലോചിക്കണം. അത് ആരാണെന്ന് നമ്മൾ പേര് പറഞ്ഞതിലല്ല കാര്യം. അത് മന്ത്രിസഭ മാറി വന്നാലും അധികാരം മാറി വന്നാലും ആര് ചെയ്താലും അത് ഒരു പ്രശ്നം വരുമ്പോഴാണ് ഉത്തരവാദിത്വം ഉണ്ടാകുന്ന ആലോചിക്കണം. അപ്പം അങ്ങനെ കൊടുക്കുമ്പോഴെങ്കിലും എത്ര രൂപ അടച്ചിട്ടുണ്ട്? അതൊരു സത്യസന്ധമായ അന്വേഷണം വേണം. എത്ര കോടി പിരിഞ്ഞു? ഇതിനൊക്കെ റെസീറ്റ് കൊടുത്തിട്ടുണ്ടോ? റെസീറ്റ് കൊടുത്തതിന് കണക്കെവിടെ? അത് സർക്കാരിന് അത്ര കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ അന്വേഷിച്ച് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പോരാ, ഇത് ആരെങ്കിലും ശിക്ഷിക്കപ്പെടുമോ? അതാണ് ഇനി അറിയേണ്ടത്. ബഹളമുണ്ടാക്കി വാർത്തകൾ നിറഞ്ഞ് അങ്ങനെ പോകും. ഇന്ന് നിലയിൽ വന്ന കുറേ വാർത്തകൾ പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഉമാ തോമസിൻ്റെ നിരുത്തരവാദമെന്ന് പറഞ്ഞുകൊണ്ട് കാറ്റത്ത് പോലെ തള്ളിക്കളയാതെ ഇനിയെങ്കിലും സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് വേണം പോകാൻ. സജി ചെറിയാനായതുകൊണ്ട് ഇങ്ങനെ മതി എന്ന് വിചാരിക്കുന്നതും ശരിയല്ല. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം മാത്രമല്ല, അവിടുത്തെ MP ഈഡനുണ്ടായിരുന്നു, ഇങ്ങനെ വലിയ ജനപ്രതിനിധി അടക്കമുള്ളവരുണ്ടായിരുന്നു. അവരുടെ ജീവന് ഒന്നും ഒരു വിലയില്ലേ?